ഗൈസ് അങ്ങനെ പാർട്ട് 2 ആണ് ഗൈസ്. അപ്പോൾ ഇതൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും ഗൈസ്. ഓക്കെ, അപ്പോൾ നമ്മളെ വീഡിയോക്ക് കിടക്കാം ഗൈസ്. നമ്മളൊന്നും പറഞ്ഞിട്ടുണ്ടായിരുന്നു നല്ല മഴയാണ് ഗൈസ്. ഇപ്പോഴും നമ്മൾ അവിടെയാണ് ഗൈസ്. പക്ഷേ ഷിൻചാനും മിൻചാനും വിളിക്കാനേ പറ്റുന്നില്ല ഗൈസ്. റേഞ്ച് കിട്ടുന്നില്ല ഗൈസ്. എന്തായാലും നമുക്ക് ഒരു വഴിയില്ല ഗൈസ്. കുറേ നേരം നിൽക്കേണ്ടി വരും. ഓ ഗൈസ്, അങ്ങനെ നമ്മുടെ മഴ പോയിട്ടുണ്ട് ഗൈസ്. ഓക്കെ, ഇനി നമുക്ക് നേരെ തോമസിൻ്റെ വീട്ടിൽ പോവാം. ഓക്കെ ഗൈസ്, ഈ വണ്ടിന് ചീക്കോടാടിയാണ്. ഓക്കെ, നേരെ നമുക്ക് തോമസിൻ്റെ വീട്ടിൽ പോകാം ഗൈസ്. എൻ്റെ വീട് ഏതാണ് ഗൈസ്? ഓക്കെ, നാളെ റിസ്ക് എടുക്കുന്നുണ്ടായിരുന്നില്ല, അത് കാരണമാണ് ഗൈസ്. ഓ, നമ്മളെ വെള്ളവണ്ടി സേഫാണ് ഗൈസ്. അല്ല, ഇതാരെ വിളിക്കണേ? തോമസേ, തോമസേ, ഫാമിലിനെ ഞാൻ വരുന്നുണ്ടാ. നീ വരുന്നുണ്ടോ? വന്ന് ആളെ ഞാൻ വരുന്നുണ്ട്. ഓ ഓക്കെ, ഞാൻ വന്ന് അങ്ങോട്ട്. വേണ്ട, ഞാൻ വന്നോളാം ഓട്ടോറിക്ഷയ്ക്ക്. ഓക്കെ ഓക്കെ. ഓ ഗായ്സ്, നമ്മുടെ തോമസിന് വരുന്നുണ്ട് ഗായ്സ് നമ്മുടെ സിറ്റിക്ക്. അപ്പോൾ നമ്മുടെ ഷിൻചാനും മിൻചാനും വിളിച്ചടിക്കാം. അവിടെ ഷിൻചാനും മിൻചാനും ഇങ്ങോട്ടൊന്ന് വാടാ. അണ്ണാ തേവന്നോണ്ണ പോരെ പോരാ. വേഗം വാ സന്തോഷ വാർത്തയെ. ഓണ വേഗം വരാ. അപ്പോൾ ഗായ്സ്, നിങ്ങൾ വിചാരിക്കും നമ്മുടെ പിൻചാൻ ഇന്ന് നാട്ടിലേക്ക് പോവാണ്, അത് കാരണം നമ്മൾ അവനെ കൊണ്ടാക്കണം ഗായ്സ്. നമുക്ക് ഷിൻചാനും മിൻചാനോട് വിളിക്കുക. എന്താ സന്തോഷ വാർത്ത? ഇടന്ന് തോമസ് വേണ്ടാ, പക്ഷെ പിൻചാൻ പോവല്ലേ. ഓക്കെ, എന്നാ എനിക്ക് പോയേ പറ്റുള്ളൂ. എനിക്ക് ഇവിടെ നിന്ന് എത്ര സുഖം ഉണ്ടാവില്ല. എടാ, നമുക്ക് ലോസ് ആൻഡോസിലേക്ക് പോകണ്ടെന്നല്ല അണ്ണാ, അത് പിന്നെ വേണേ. എടാ, നീ പോകണ്ടോ? ഒരു ദിവസം കൂടി വെയിറ്റ് ചെയ്യുന്നു. ഓക്കെ എന്നാ. ഓക്കെ ഗൈസ്, നമ്മുടെ പിൻചാൻ അങ്ങനെ സമ്മതിച്ചിട്ടുണ്ട്. അപ്പോൾ തോമസിൻ്റെ വാർത്ത അറിഞ്ഞപ്പോൾ അവർക്ക് നല്ല സന്തോഷമായിട്ടുണ്ട്. അപ്പോൾ പിൻചാൻ നാളെ പോകാൻ തീരുമാനിച്ചു. അതിൻ്റെ അമ്മേനോട് അച്ഛനോട് പറയട്ടെ. ഹലോ, പിൻചാൻ്റെ അച്ഛനമ്മയല്ലേ? അതെ, എന്താണ് മോനെ? അത് പിന്നെ പിൻചാൻ വരുന്നില്ലേ? എന്ത് മോനത്? അത് പിന്നെ ചേട്ടാ, അത് അങ്ങളെ, അത് പിന്നെ അവന് ഇന്ന് തോമസ് വരുന്നുണ്ട്. തോമസോ? ഓ, എനിക്കറിയാം. ഓക്കെ, സൗണ്ട് അവൻ കളിക്കേ. ഓക്കെ, അപ്പോൾ അങ്ങളെ നാളെ വരും കേട്ടോ അവര്. ഓക്കെ മോനോ, ശരി. ഗായ്സ്, അവൻ തീരുമാനിച്ചിട്ടുണ്ട്. എടാ, നിങ്ങളെന്താ കരയാണോ? അന്ന് എനിക്ക് പേടിയാവണമെന്ന് അച്ഛൻ ചീത്ത പറയേ. നിങ്ങൾ ഉള്ളിൽ പൊക്കോ, ഞാൻ തോമസിനെ വിളിക്കാൻ ഈ ഒരു കാറിൽ പോട്ടെ. കുറേ നേരം നമ്മുടെ ബ്ലാക്ക് കാറിൽ പോകണം. നമ്മൾ ഈ ഒരു കാറിൽ പോട്ടെ ഗൈസ്. തോമസ് റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് വരുമല്ലോ. ഇവിടെ പ്ലെയിനൊന്നും അത്ര അലോഡല്ല, അത് കാരണം നമുക്ക് സ്റ്റേഷനിലേക്ക് പോകാം ഗൈസ്. സ്റ്റേഷൻ ഇവിടെ അടുത്താണ് ഗൈസ്, അത് കാരണം വീഡിയോ ഇതുവരെ സബ്സ്ക്രൈബ് കേട്ടാ. അപ്പോൾ നേരെ നമുക്ക് പോവാം. കുറേ പേര് കമൻറ്റ് കിട്ടാ ഗൈസ്. ഓക്കെ, കൂടെ നമുക്ക് അത് ഇവിടെ ഉണ്ടല്ലേ ഗൈസ്, ഇത് ഇവിടെ ഉണ്ടല്ല ഈ ഒരു കട. പിന്നെ നമുക്ക് നേരെ പെട്രോൾ അടിച്ച് പോകട്ടെ ഗൈസ്. പെട്രോളാകെ 70% നമുക്കൊന്ന് പെട്രോൾ അടിക്കാം. ചേട്ടോ, ഇവിടെ ഇല്ല ആള്. കുറേ നേരം വെയിറ്റ് ചെയ്യാൻ പറ്റില്ല. നോക്കട്ടെ. അങ്ങനെ നമ്മൾ പെട്രോൾ അടിച്ചത് ആ ചേട്ടനിങ്ങനെ അടിച്ചെന്നെ. നമുക്കിനി പോവാല്ലേ? സമയം വേസ്റ്റൊക്കെ ഉണ്ടാവും, എത്തിണ്ടാവും. ഇവിടെ ട്രെയിൻ കാണാനല്ലോ. അയ്യോ, ചിലപ്പോൾ വന്നിട്ടുണ്ടാവില്ല. എന്താണ് ഗൈസ്? നമ്മളെ ഇവിടെ ഗൈസ്
ട്രെയിൻ വേണ്ടി ഗൈസ്. ട്രെയിൻ വേണ്ടി ഗൈസ്. ഓ ട്രെയിൻ പറ്റ ഗൈസ്. ഗൈസ് നമ്മളെ വണ്ടി ഇങ്ങനെ വെച്ചിട്ടുണ്ട് ഗൈസ്. അല്ലെങ്കിൽ നമ്മളെ വണ്ടി ട്രെയിനിൽ ഇടിച്ച് നശിപ്പിക്കും. നമുക്ക് നടുവ് നിൽക്കാം ഗൈസ്. അല്ല കുത്തിക്കേറ്റ ഗൈസ്. നമുക്ക് മാറിക്കാം. നമുക്ക് ആ ട്രെയിൻ വരുന്ന വരെ അവിടെ നിൽക്കാം ഗൈസ്. ഓ വന്നു ഗൈസ്. ട്രെയിൻ വന്നുണ്ട്. ഓക്കെ തോമസേ എവിടെയാടാ ഗൈസ്? തോമസ് പോരും. ഇവിടെ ഫാമിലി. ആ നിന്നെ നമ്മളൊക്കെ അറിയാലേ. പിന്നെ ഓടിയോണ്ട് എന്തോടെ നീ പറയുന്നത്? എടാ തോമസേ വാടാ, നമുക്ക് നാളെ നിൻ്റെ വീട്ടിൽ പോകാം. ഓ നമ്മുടെ വണ്ടി ആടാ, നമ്മുടെ വണ്ടി ഇതിപ്പോൾ ഞാൻ നോട്ടിഫിക്കേഷൻ ചെയ്യുന്നുണ്ട്. വണ്ടിയിൽ എടുക്കുക. ഓ നല്ല വണ്ടി. ആ പോവാം. ഓക്കെടാ പോവാം. യെസ് നമുക്ക് നാളെ വീട്ടിലെത്തിയിട്ട് കാണാം. അങ്ങനെ നമ്മൾ വീട്ടിലെത്തിയിട്ട് നമുക്ക് ഓ ഇത് കൂടാടോ. ഏത് നമ്മളാടാ ഓണു. ഓ നിൻ്റെ വണ്ടിയില്ലൂടെ, ഇത് എൻ്റെ വണ്ടി. അതെടാ നീ ഇറങ്ങു, നീ ഒന്ന് ഫ്രഷ് ആയിട്ട് വാ. അപ്പോൾ നമ്മുടെ തോമസ് ഫ്രഷ് ആകുമ്പോൾ നമുക്ക് കച്ചവടം തുടങ്ങും ഗൈസ്. ചേട്ടാ വേണം വേഗം വാ. എന്നാ ചേട്ടാ പിടിച്ചോ. ഓക്കെ യെസ് ആ ചേട്ടനുണ്ട്. ഓക്കെ എന്തുണ്ട് ചേട്ടാ? അയ്യോ ഗൈസ് നമുക്ക് ഇവിടെ നിന്ന് കച്ചവടം ചെയ്യാം. ഹലോ എല്ലാവർക്കും വേണം ബിരിയാണി ചൂട് ബിരിയാണി ഗൈസ്. അങ്ങനെ നമ്മൾ കച്ചവടമൊക്കെ ഉച്ചയായി ഗൈസ്. ഇനി നമുക്ക് താമസിന് കൂട്ടി അല്ല ഇതാരെൻ്റെ വണ്ടി തോന്നിട്ടാ അടച്ചിട്ടാ ഗൈസ്. അടച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഉച്ചയായി കാരണം ഭക്ഷണം ഒന്ന് നമുക്ക് കടയിൽ പോയി കഴിക്കാം. കംപ്ലൈൻറ്റ് ഗൈസ്. അയ്യോ ഷോറൂമിൽ കൊടുക്കാം. അപ്പോൾ നമുക്ക് ഭക്ഷണം കാണിച്ചിട്ട് വരാം ഗൈസ്. തോമസിൻ്റെ വണ്ടി എടുത്തിട്ട് അയാൾ പോയിട്ടില്ല. അയാളിവിടെ നീം ചെയ്തോട്ടാ. പക്ഷേ ഞങ്ങളുടെ വണ്ടി എടുത്ത് പറ്റാൻ നമുക്കൊന്നും പറ്റില്ല ഗൈസ്. ഓക്കെ നമുക്ക് ഭക്ഷണം കാണിക്കാൻ പോവാം. ഓക്കെ അടുത്താണ് കട. ഇതാണ് കട. വലിയൊരു ബിൽഡിങ് പോലെ വെച്ചിരിക്കുകയാണ് കട. പിന്നെ അത് ഫുഡ് നമ്മുടെ തോമസ് വന്നിട്ടുണ്ട്. തോമസ് മിഞ്ചാനും നാളെ പോകും ഗൈസ്. ഭക്ഷണം കഴിച്ചിട്ട് വരാം ഗൈസ്. ഭക്ഷണം കഴിച്ചിട്ടുണ്ട്. ഇനി നേരെ നമുക്ക് തോമസും മിഞ്ചാനും വരാണ്ട്. അവർ വരട്ടെ ഗൈസ്. വണ്ടി അപ്പിടിക്കും നല്ല സ്ട്രൈറ്റ് വരട്ടെ ഗൈസ്. അങ്ങനെ അവർ വന്നിട്ടുണ്ട്. പിന്നെ നമുക്ക് പോകാം ഗൈസ് വീട്ടിലേക്ക്. ഇത് നമ്മൾ ബീച്ചിക്ക് പോകണം ഒരു 4 മണിയൊക്കെ ആകുമ്പോൾ ഗൈസ്. അങ്ങനെ 4 മണിയാകുമ്പോൾ ഇച്ചിരി ക്ലൈമറ്റൊക്കെ മാറി തുടങ്ങും. അതാണ് ഗൈസ്. നമുക്ക് ഇനി 4 മണി വരെ കച്ചവടം തുടങ്ങും. ഓക്കെ മിഞ്ചാനും തോമസും ഉള്ളിൽ പോയി കടന്നു തുടങ്ങട്ടെ. ചേട്ടാ നീ വേണോ എനിക്ക് വേണം അന്ന് ഇങ്ങോട്ട് വായോ. അവിടെ നിന്ന് പറഞ്ഞാൽ ഞാൻ അങ്ങനെ തരാനാണ്. ഓ സോറി ഗൈസ്. അങ്ങനെ 4 മണി കഴിഞ്ഞ് ക്ലൈമറ്റൊക്കെ മാറിയെന്ന് ഞാൻ പറഞ്ഞില്ലേ ഗൈസ്. അയ്യോ നമ്മുടെ വണ്ടി കൊടുക്കണം ഗൈസ്. ഇന്ന് വണ്ടി അത്രയും പെട്രോളൊന്നും ഇല്ല. എന്നാലും കൊടുത്തിട്ട് വരാം. പാട്ടത്ര വണ്ടി. ഓക്കെ വാട്സാപ്പിൽ കൊടുക്കാം. ഇവിടെ വാട്സാപ്പുണ്ട് ഗൈസ്. നമുക്ക് മാപ്പിൽ കാണാൻ പറ്റുന്നുണ്ട്. അവിടെ ഉണ്ട് ഗൈസ്.